പ്രിയപ്പെട്ട അധ്യക്ഷൻ, വേദിയിലെ സംപൂജ്യരെ, പ്രിയപ്പെട്ടവരെ, ഒരു ഗ്രന്ഥകർത്താവ് എന്നുള്ള നിലയിൽ ഏറ്റവും ഭാഗ്യം ചെയ്തൊരു ദിവസമാണിന്ന്. കാരണം ഈ കൃഷ്ണൻ്റെ ചിരി എന്നുള്ള പുസ്തകം ഇത്ര ദിവ്യമായൊരു സദസ്സിൽ അവതരിപ്പിക്കാൻ പറ്റിയതിൻ്റെ ഭാഗ്യം. കർമ്മഫലമിച്ഛിക്കാതെ കർമ്മം ചെയ്യുന്ന 3 സംഘടനകൾ ഇതിനു വേണ്ടി ചുക്കം പിടിച്ചു എന്നുള്ള കാര്യം. അതിനൊക്കെ പുറമെ ശ്രീകൃഷ്ണൻ്റെ തൊട്ടടുത്ത് നിന്ന് ഈ അടുത്ത ദിവസം ഇറങ്ങി വന്ന് നമുക്ക് അനുഗ്രഹം തരാനായിട്ട് ഇവിടെ എത്തിയ സാമവേദാചാര്യൻ തോട്ടം ശിവരൻ നമ്പൂതിരിയുടെ സാന്നിധ്യം, അതിലുമപ്പുറം ഒരു വലിയ അക്ഷരക്കൂട്ടത്തിൻ്റെ നടുക്ക് ഇത് അവതരിപ്പിക്കാൻ പറ്റിയതിൻ്റെ ഭാഗ്യം. ഇതെല്ലാം കൊണ്ടും ഞാൻ പറയുന്നു, ഒരു ഗ്രന്ഥകാരൻ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും ഭാഗ്യം ചെയ്ത ഒരു സമയമാണിന്ന്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ, ഞാൻ കുട്ടിക്കാലത്ത് അമ്മ എന്നെ മടിയിലിരുത്തി എനിക്ക് കഥകൾ, പുരാണ കഥകൾ പറഞ്ഞു തരും. അങ്ങനെ പറഞ്ഞ് അന്ന് മുതലേ കൃഷ്ണനോടുള്ള ഒരു ആവേശം, അല്ലെങ്കിൽ എന്നിട്ട് പല പ്രാവശ്യവും പറഞ്ഞ കഥകൾ തന്നെ വീണ്ടും വീണ്ടും പറയിപ്പിച്ച്, പിന്നെ കുറച്ചും കൂടെ വലുതായപ്പോൾ കൃഷ്ണകഥകൾ തേടിയുള്ള പോക്കായി. ഒത്തിരി പുസ്തകങ്ങൾ, അന്നൊക്കെ മാലിയാണ് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ പുരാണ ഗ്രന്ഥങ്ങൾ നമുക്ക് തന്നിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പുസ്തകം, അങ്ങനെ ഒരു വലിയ ഘട്ടം കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ മഹാഭാരതം കംപ്ലീറ്റ് വായിക്കാനിടയായത്. അത് കംപ്ലീറ്റ് 2 പ്രാവശ്യം ഞാൻ ആ പ്രായത്തിലും വായിച്ചു. അപ്പോൾ സത്യത്തിൽ ആ കൃഷ്ണനെ പറ്റിയുള്ള അതുവരെയുള്ള സങ്കല്പത്തിൽ നിന്നൊരു വല്ലാത്ത മാറ്റം, ഒരു പൂർണ്ണാവതാരത്തിൻ്റെ എല്ലാ അർത്ഥവും ഉൾക്കൊണ്ട ആ വലിയ തേജസ്സിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോഴത് കൂടുതൽ വന്നു കഴിഞ്ഞപ്പം വീണ്ടും അതിനെപ്പറ്റി പഠിക്കണം എന്ന് വിചാരിച്ച് നമ്മൾ ഗർഗഭാഗവതം, അതിനകത്ത് രാധയുടെ കഥകൾ കൂടുതലുണ്ട്, അതുപോലെ വിഷ്ണു പുരാണം, ബേൽഭാരതം എന്നുള്ള വടക്കേ ഇന്ത്യയിലെ വളരെ പ്രസിദ്ധമായ ഒരു ബുക്കുണ്ട്. ഇതിൽ നിന്നൊക്കെയുള്ള അപൂർവ കഥകൾ നമ്മൾ സെലക്ട് ചെയ്തു. അങ്ങനെ എടുത്ത് വന്നപ്പോഴാണ് ഇതൊരു പുസ്തകമാക്കിയാലോ എന്നാലോചിച്ചത്. ഞാൻ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന ആളാണ്. സോഷ്യൽ മീഡിയയിൽ ഞാൻ ചെയ്തതിൻ്റെ ഒരു 12ഓളം ബുക്കുകളായി കഴിഞ്ഞു. അപ്പോൾ കൃഷ്ണൻ്റെ ചിരിയും അങ്ങനെ ഞാൻ പതുക്കെ തുടർന്നപ്പം സത്യത്തിൽ ഒരു ഭയമുണ്ടായി. കാരണം ഇത്ര വലിയൊരു പൂർണ്ണാവതാരത്തെ ആവാഹിക്കാൻ എൻ്റെ വാക്കുകൾക്ക്, എൻ്റെ സാഹിത്യത്തിനോ അല്ലെങ്കിൽ എനിക്ക് കഴിവുകളില്ല എന്ന് ഞാൻ ഉറച്ചു. എൻ്റെ വാക്കുകളുടെ പരിമിതി ഞാൻ അവിടെ മനസ്സിലാക്കി. കാരണം ആ തേജസ്സിനൊരു കോട്ടം തട്ടാതെ ഞാൻ എങ്ങനെ ഇത് അവതരിപ്പിക്കും, അതിന് ഞാൻ അപ്രാപ്തനാണ് എന്നൊരു ചിന്ത വന്നു. ഞാൻ പയന താഴെ വയ്ക്കുന്ന ഒരു സ്ഥിതി വന്നു. അപ്പോഴാണ് നമ്മുടെ ശ്രീലകത്തുനിന്ന് പണ്ട് വന്ന ഒരു അശരീരി ഓർമ്മ വന്നത്. വേപ്പത്തൂരിൻ്റെ വിഭക്തിയേക്കാൾ എനിക്കിഷ്ടം പൂന്താനത്തിൻ്റെ ഭക്തിയാണെന്ന് വന്ന അശരീരി നമ്മളെ ഓർമ്മിക്കുന്നത് വളരെ ലളിതമായിട്ട് ആണ് പുരാണ കഥകൾ പറയേണ്ടത്. എൻ്റെ കഥകൾ പറയാൻ ഏറ്റവും ലളിതമായിട്ട് പറയണവരെയാണ് എനിക്കിഷ്ടം. അങ്ങനെ ഞാൻ വീണ്ടും വേല കയ്യിലെടുക്കുകയാണ് ചെയ്തത്. ഞാനതങ്ങനെ ഫേസ്ബുക്കിൽ പല ഇതായിട്ട് ചെയ്തു. അങ്ങനെ ചെയ്ത് വന്ന് ഒരു 10-100 എപ്പിസോഡ് ആയപ്പോൾ ആണ് നമ്മുടെ പ്രബോധയുടെ പ്രിയപ്പെട്ട നവീൻ എന്നോട് പറയുന്നത്, നമുക്ക് എന്തുകൊണ്ടൊരു പുസ്തകമാക്കിക്കൂടാ. അപ്പോഴും എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. പക്ഷെ ഞാനിത് ആ ഒരു ചിന്ത വന്നപ്പോൾ ഞാൻ ആദ്യം മള്ളിയൂരിനെയാണ് സമീപിച്ചത്. മള്ളിയൂരത് വളരെ സന്തോഷത്തോടെ അതിനൊരു അവതാരിക തന്നു. പിന്നെ വെൺമണി തന്നു. അങ്ങനെ പിന്നെ ബാബു നമ്പൂരി അതിനെപ്പറ്റി ഒരു അവതാരിക തന്നു. അപ്പോഴത്തേക്കും ആ പുസ്തകത്തിൻ്റെ തലം ഒരു പ്രത്യേക തലത്തിലേക്ക് എത്തി. അങ്ങനെയാണ് ഞാനന്ന് ആ കൃഷ്ണൻ്റെ ചിരി എന്നുള്ള പുസ്തകം നമുക്ക് എടുക്കാനിടയായത്. പക്ഷെ അതുപോലെ തന്നെ അതിനകത്തൊരു പ്രശ്നം വന്നത്, ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ഗുണം അല്ലെങ്കിൽ ദോഷം, നമുക്ക് നല്ല എൻകറേജ്മെൻറ്റ് തരുന്നതോടൊപ്പം തന്നെ അതിൻ്റെ വിമർശനവും വരും. അത് നമുക്ക് നല്ലതാണ്, നമുക്ക് ഇമ്പ്രവൈസ് ചെയ്യാൻ നല്ലതാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ വിമർശനം വന്നത് ശകുനിയുടെ ഒരു കഥയുണ്ട്. അതിനകത്ത് ഭീഷ്മർ ഗാന്ധാരിയെ അന്ധനായ ധൃതരാഷ്ട്രയ്ക്ക് വേണ്ടി ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഗാന്ധാര രാജാവിനെ നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വന്നു. അവർ വളരെ ശൗര്യം കുറഞ്ഞവരാണ് ഭീഷ്മരുമായിട്ട് നോക്കുമ്പം. അവസാനം യുദ്ധം ചെയ്യാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. അവസാനം ഭീഷ്മർ ഇവരെ 100 പുത്രന്മാരെയും ശകുനിയുടെ 100 ഏട്ടന്മാരെയും അച്ഛനെയും തടങ്കലിലടയ്ക്കുന്നു. തടങ്കലിലടച്ചിട്ട് ഭീഷ്മർ ഒരു ആജ്ഞ പുറപ്പെടുവിക്കുന്നു, ഒരാൾക്ക് മാത്രമേ ആഹാരം കൊടുക്കാവുള്ളൂ.
അങ്ങനെ ആ തടങ്കിൽ അടച്ചിട്ട് ഭീഷ്മർ തിരിച്ചു പോരുന്നു. ഈ 99 ഈ 100 പേരും അച്ഛനും കൂടി തീരുമാനിക്കുന്നു, ഒരാൾ ജീവിക്കണം, ഈ അനീതിക്കെതിരെ പ്രതികാരം ചെയ്യാൻ ഒരാൾ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നു. ഇവരെല്ലാം കൂടി ഇളയ അനിയന് വേണ്ടി ഈ ഭക്ഷണം മാറ്റിവെക്കുന്നു. ഈ ശകുനിയുടെ മുമ്പിൽ ഈ 99 ഏട്ടന്മാരും അച്ഛനും വിശപ്പ് കൊണ്ട് പെടഞ്ഞ് മരിക്കുന്നു. ആ ലാസ്റ്റ് മരിക്കുന്നതിന് മുമ്പ്, അവസാനത്തെ ആൾ മരിക്കുന്നതിന് മുമ്പ് ശകുനി പറയുന്നു, നിങ്ങൾ എൻ്റെ കാല് തല്ലി ഓടിക്കുക, കാരണം വികലാംഗരെ ജയിലിലടയ്ക്കാൻ നിയമമില്ലാന്ന്. അങ്ങനെ കാലും തല്ലി ഓടിച്ച് അച്ഛൻ്റെ അസ്ഥി കൊണ്ട് പകിടയുണ്ടാക്കി ആ ജയിലിൽ നിന്നിറങ്ങിയ നേരെ എന്താ പറയുക, ദുര്യോധനൻ്റെ അടുത്തേക്കാണ് പോയത്. കുരുകുലം മുഴുവൻ നശിപ്പിക്കുക എന്നുള്ള ആ വലിയ പകയുടെ അർത്ഥം മനസ്സിലാക്കാതെ ദുര്യോധനും കൂടി. ഈ നശിപ്പിക്കപ്പെടുന്നതിൽ ദുര്യോധനൻ ഉൾപ്പെടെ ഉണ്ടെന്നുള്ളത് ആ പാവം മനസ്സിലാക്കിയില്ല. അങ്ങനെ ഒരു കഥ അതിനകത്തുണ്ട്. ആ കഥയൊക്കെ ചിലപ്പോൾ ഭാരതത്തിൽ ഉള്ളതാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. MD രണ്ടാം ഊഴം ഒഴിയപ്പോൾ MD പറഞ്ഞൊരു വാചകമുണ്ട്, വ്യാസൻ്റെ സമസ്യയും വ്യാസൻ്റെ മൗനവും ഞാൻ പൂരിപ്പിച്ചേ ഉള്ളൂ. കാരണം വ്യാസൻ്റെ അത്രയും വലിയ സങ്കല്പത്തിൽ അങ്ങേര് സങ്കല്പിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ഇന്നതായിരിക്കും എന്നുള്ള രീതിയിൽ ഈ മഹാഭാരതവുമൊക്കെ പലതരത്തിലായിട്ട് പല തലത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ചെറിയ സ്വാതന്ത്ര്യം ഞാനതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ യുക്തിക്കും, അതായത് മഹാഭാരതത്തിലെ ഏറ്റവും വലിയൊരു പ്രധാന കാര്യം എന്ത് തെറ്റ് ആര് എത്ര ദുഷ്ടനായാലും എല്ലാം അതിന് മുഴുവൻ വ്യക്തമായ ന്യായം അതിനകത്ത് കിട്ടും. അതിനകത്ത് ജയദ്രഥനെ കൊല്ലുന്നൊരു രംഗമുണ്ട്. ജയദ്രഥനെ കൊന്നു കഴിഞ്ഞ് തല താഴേക്ക് ഇടാറാകുമ്പം അർജുനനോട് കൃഷ്ണൻ പറയും, ഇത് തട്ടി അച്ഛൻ, അപ്പോൾ ജയദ്രഥൻ്റെ അച്ഛൻ അവിടെ തർപ്പണം ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കയ്യിലിട്ട് കൊടുക്കുമെന്ന്. അർജുനൻ അതിനെ എതിർക്കും, ഈ പാവം അച്ഛൻ എന്ത് പഴച്ചു, യുദ്ധനീതിക്ക് ചേരുന്നതാണോ? അപ്പോൾ കൃഷ്ണൻ പറയുന്ന ഒരു ന്യായമുണ്ട്, അർജുനൻ ജയദ്രഥനെ കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ അസ്തമനത്തിന് മുമ്പ് ജീവത്യാഗം ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷം ജയദ്രഥൻ്റെ അച്ഛൻ കൊടുത്ത വരമാണത്. അപ്പോൾ അതിനകത്തൊരു നെഗറ്റിവിറ്റി ഉണ്ട്, ഒരു ദുർചിന്തയുണ്ട്. അയാൾ വധ്യനാണ്, അങ്ങനെ കൊല്ലേണ്ടതാണ്. അതായിരുന്നു കൃഷ്ണൻ്റെ ന്യായം. അപ്പോൾ അങ്ങനെ ഞാൻ അതിനകത്ത് ഇങ്ങനെ കിട്ടിയ പല കഥകളും നമ്മൾ കേൾക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കേട്ട് വരുന്ന അല്ലാതെ പല കഥകളും അതിൽ ഉൾപ്പെടുത്തിയതിന് അഭിപ്രായമുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാലും അത് അങ്ങനെ മുമ്പോട്ട് പോകേണ്ട സ്ഥിതി വന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ കൃഷ്ണസങ്കല്പം എന്നുള്ളത് ആർക്ക് വേണമെങ്കിലും ഏത് തരത്തിലും അദ്ദേഹത്തെ സ്വാധീനിക്കാവുന്നതാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മുടെ നാട് കുറിച്ചിത്താനത്തൊരു പൂത്തൃക്കോവിൽ ക്ഷേത്രമുണ്ട്, തെക്കൻ ഗുരുവായൂർ എന്നാണ് പറയുക. അവിടുത്തെ പ്രത്യേകത കുചേലവൃത്തത്തിലെ കൃഷ്ണനാണ്. കുചേലവൃത്തത്തിലെ കൃഷ്ണൻ്റെ ആ ഭാവസങ്കല്പത്തിൻ്റെ പ്രത്യേകത സൗഹൃദഭാവത്തിലൊരു ദേവസങ്കല്പം എന്നുള്ളതാണ്. സുഹൃത്തെന്നുള്ള രീതിയിൽ എങ്ങനെ നമുക്ക് ആ ദേവനെ സമീപിക്കാം. അതുകൊണ്ടായിരിക്കാം എനിക്ക് ആദ്യം മുതൽ അന്നും ഇന്നും ഞാൻ ഒരു സുഹൃത്തിൻ്റെ കൂട്ട് തന്നെയാണ് ഞാൻ കൃഷ്ണനെ കണ്ടിരുന്നത്. ആ സുഹൃത്തിനെ കൂട്ട് ഞാൻ കൃഷ്ണനെ കണ്ടുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകുമ്പം എൻ്റെ വളരെ ക്രൈസിസ് ആയിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും എനിക്കവിടെ പരിഹാരം കിട്ടി. പല രീതിയിൽ എനിക്കൊരു മോട്ടിവേഷനായിട്ട് മാറിയിട്ടുണ്ട്. ആ പൂർണ്ണ അവതാരത്തിൻ്റെ മുഴുവൻ ഉൾക്കൊള്ളുമ്പം മഹാഭാഗവതത്തിലെ നമ്മളൊക്കെ പറയുന്ന കൃഷ്ണനേക്കാൾ എന്തോ ഒരു വല്ലാത്ത മാറ്റം മഹാഭാരതത്തിലെ കൃഷ്ണനുണ്ട്. ആയുധമെടുക്കാത്ത കൃഷ്ണനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ആയുധമെടുക്കാത്ത ഇത്രയും വലിയൊരു യുദ്ധത്തിലേക്ക് ചാടി വീണിട്ട് അദ്ദേഹം വിജയിക്കാമെന്നുള്ള ആ കോൺഫിഡൻസ്, അതുപോലെ ദേവരക്തമുള്ളവരെ മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവരെ മുഴുവൻ കൊന്നുകളയുക അല്ലെങ്കിൽ കൊല്ലപ്പെടണമെന്നുള്ള ആ ചിന്ത, അത് ആലോചിച്ചറിയാം. പാണ്ഡവന്മാർ 5 പേരും ദ്രൗപദിയും, പിന്നെ ദ്രൗപദിയുടെ ഉത്തരയുടെ മകൻ, അത് അശ്വത്ഥാമാവ് ആക്ച്വലി കൊന്നതാണ്, പിന്നെ ദൈവാംശം കൊടുത്ത് ജീവിപ്പിച്ചതാണ്. അപ്പോൾ ഈ മഹായുദ്ധം മുഴുവൻ കഴിയുമ്പോൾ ദൈവാംശമുള്ള മാത്രം ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കാനുള്ള കൃഷ്ണൻ്റെ ഒരു പോക്ക് പോലെ അത് നമുക്ക് അനുഭവപ്പെടുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്രയും വലിയ ഒരു അവതാരത്തെ ആവാഹിക്കുമ്പോൾ ഉള്ള മനസ്സംഘർഷം വലുതായിരുന്നു. എന്നാലും ആ ഒരു രീതിയിലത് വന്ന് അവസാനം ഞാൻ ആ പുസ്തകം ഞങ്ങൾ പ്രബോധ പബ്ലിക്കേഷൻ പബ്ലിഷ് ചെയ്യുമ്പം ഞങ്ങൾക്ക് ഔട്ട്ലെറ്റ് കുറവാണ്. ഞങ്ങൾക്ക് അങ്ങനെ വന്നപ്പോഴാണ് ഈ ഗുരുവായൂർ ദേവസ്വം വളരെയധികം സഹായിച്ചു. ആദ്യം ഈ പുസ്തകം എടുത്തപ്പോഴേ അവരത് അനുവദിച്ചു. അപ്പോൾ അതിനകത്ത് ഈ 2 പ്രാസംഗികരും സൂചിപ്പിച്ച ഒരു കാര്യം വളരെ കൃത്യമാണ്. അതിനകത്ത് തെറ്റുകളുണ്ട്, പക്ഷേ
ആദ്യം വന്നതിലെ തെറ്റുകൾ തിരുത്താൻ വേണ്ടി വളരെ പ്രൊഫഷണലായിട്ടുള്ള ആളെ ഏൽപ്പിച്ച് നമ്മളത് ചെയ്തതാണ്. എന്നിട്ടും തെറ്റുകൾ കൂടിയിട്ടുണ്ട്. മൂന്നാമത്തെ എഡിഷൻ ഇപ്പോൾ ഉടനെ ഇറക്കണം. ഇപ്പോൾ ഇത് ഉടനെ തന്നെ തീരുന്നതാണ്. മൂന്നാമത്തെ എഡിഷനിൽ എന്തായാലും ഞാൻ വാക്ക് തരുന്നു, തെറ്റ് തിരുത്തി കുറച്ചും കൂടെ റിവൈസ്ഡ് ആയിട്ടുള്ള ഒരു കൃഷ്ണൻ്റെ ചിരി നമുക്ക് ഇറക്കാൻ പറ്റും. ഞാൻ അത് ശിവകരനോടും നമ്മുടെ അധ്യക്ഷനോടുമൊക്കെ ഞാൻ നന്ദി പറയുകയാണ്. കാരണം ആ തെറ്റ് ചൂണ്ടിക്കാണിച്ച് തന്നതിൽ നമ്മളൊരിക്കലും ചിലപ്പോൾ ശ്രദ്ധിച്ചോണമെന്നില്ല. ഞാൻ നവീനോട് പ്രത്യേകം പറയുകയാണ്, നവീൻ മാത്രം ഏറ്റെടുക്കേണ്ട, എൻ്റെ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ നിങ്ങളുടെ കൂടി ചെയ്യേണ്ടതായിരുന്നു. അത് ഒരു സംശയവുമില്ല. ഞാൻ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് ഇവിടെ ഒരു അവസരം തന്ന പ്രിയപ്പെട്ട രവിയോടും നമ്മുടെ 3 സംഘടനകളുണ്ട് അവരുടെ എല്ലാവരുടെയും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.